നമസ്കാരം. ഏവർക്കും ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിംഗ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഈ സെഗ്മെന്റിലൂടെ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിംഗ് നടപടിക്രമങ്ങൾ, അഡ്മിഷൻ സമയത്ത് സംവരണ വ്യവസ്ഥകൾക്കനുസൃതമായി കോളേജുകളിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടുന്ന റാങ്ക്, കേരള ഗവൺമെന്റ് പ്രൈവറ്റ് മെഡിക്കൽ ഡെന്റൽ കോളേജുകളിൽ ലഭ്യമാവുന്ന സീറ്റുകൾ ഇവയെല്ലാമാണ്. രജിസ്ട്രേഷൻ മുതൽക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സന്ദർശിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് വിലാസമാണ് www.cee.kerala.gov.in. ഇനി നമുക്ക് കേരളത്തിലെ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിൽ ലഭ്യമാവുന്ന സീറ്റുകൾ എത്രയെന്ന് നോക്കാം. ആദ്യമായി കേരളത്തിൽ 33 മെഡിക്കൽ കോളേജുകളിലായി 4655 സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായി 1755 സീറ്റും 21 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലായി 2900 സീറ്റുമാണ് ഉള്ളത്. ഇനി വിവിധ മെഡിക്കൽ കോളേജുകളിലായി എത്ര സീറ്റുകളാണ് ഉള്ളത് എന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. ഇനി കേരളത്തിൽ 27 ഡെന്റൽ കോളേജുകളിലായി 2020 സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ 6 ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിലായി 300 സീറ്റും 21 പ്രൈവറ്റ് ഡെന്റൽ കോളേജുകളിലായി 1780 സീറ്റുമാണ് ഉള്ളത്. വിവിധ ഡെന്റൽ കോളേജുകളിൽ ലഭ്യമാവുന്ന സീറ്റുകളെ പറ്റി ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. ഇനി കേരള മെഡിക്കൽ കോളേജുകളിലെ സീറ്റ് സംവരണം എങ്ങനെയെന്ന് നോക്കാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ 85% വരുന്ന സീറ്റുകളിലേക്കുള്ള പ്രവേശനം ഈ പറയുന്ന പ്രകാരമാണ് നടക്കുന്നത്. 50% സീറ്റുകളിലേക്കുള്ള പ്രവേശനം സ്റ്റേറ്റ് മെറിറ്റ് കോട്ട വഴി, 10% സീറ്റുകളിലേക്കുള്ള പ്രവേശനം EWS കാറ്റഗറിക്കായാണ്. അതായത് EWS എന്ന് ഉദ്ദേശിക്കുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കായി 10% സീറ്റ് സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. 30% സീറ്റ് SCBC കാറ്റഗറിക്കായിട്ടുള്ളതാണ്. SCBC കാറ്റഗറി എന്നാൽ ഈഴവ 9%, മുസ്ലിം 8%, അതർ ബാക്ക്വേർഡ് ഹിന്ദുക്കളിൽ നിന്ന് തന്നെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കായി 3%, ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ 3%, ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 2%, വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 2%, കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 1%, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യാനികളിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കായി 1%, കുടുംബി 1%. 10% സീറ്റ് SC/ST വിഭാഗക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ബാക്കി വരുന്ന 15% സീറ്റിലേക്ക് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് പ്രവേശനം നടക്കുന്നത്. ഇനി പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ 50% സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ട വിഭാഗത്തിൽപ്പെടും. കമ്മ്യൂണിറ്റി കോട്ട എന്നാൽ ഏത് വിഭാഗമാണോ ആ കോളേജിന്റെ നടത്തിപ്പിൽ ഉള്ളത് ആ വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾക്കായി 50% സീറ്റുകൾ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. NRI കോട്ട വഴി 15% സീറ്റുകൾ, ഓൾ ഇന്ത്യ കോട്ടയ്ക്കായി 15% സീറ്റുകൾ. ഇനി ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് സ്റ്റേറ്റ് കോട്ട വഴിയാണ് പ്രവേശനം നടക്കുക. ഇവിടെ വിവിധ ഗവൺമെന്റ് പ്രൈവറ്റ് ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെ കട്ട് ഓഫ് സ്കോറുകൾ കൊടുത്തിരിക്കുന്നു. ഇനി കേരള മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ആദ്യമായി ഒഫീഷ്യൽ വെബ്സൈറ്റായ cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം കേരള റാങ്ക് ഈ വെബ്സൈറ്റിലാണ് ലഭ്യമാവുന്നത്. കേരള റാങ്ക് വന്നതിന് ശേഷം അപേക്ഷകന് ഓൺലൈനായി ഇഷ്ടമുള്ള സ്ട്രീം തിരഞ്ഞെടുക്കാം. ഇതിനുശേഷം അപേക്ഷകന്റെ റാങ്ക് പ്രകാരം കോളേജിലേക്കുള്ള അലോട്ട്മെന്റ് ലഭിക്കും. അലോട്ട്മെന്റ് ലഭിച്ച ശേഷം കോളേജിന്റെ നിർദ്ദേശപ്രകാരം ആ സമയത്ത് കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്യുക. ഇനി കേരള മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലേക്ക് പ്രവേശനം ലഭിക്കാനുള്ള യോഗ്യതകൾ എന്തെല്ലാം എന്ന് നോക്കാം. അപേക്ഷകന്റെ കയ്യിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അപേക്ഷകൻ 8 മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചവരാകണം. അതുമല്ലെങ്കിൽ 12 കൊല്ലത്തിനിടയ്ക്ക് 5 കൊല്ലമെങ്കിലും കേരളത്തിൽ താമസിച്ച് പഠിച്ചവരാകണം. ഇനി കൗൺസിലിംഗ് സമയത്ത് സമർപ്പിക്കേണ്ട രേഖകൾ എന്തെല്ലാം എന്ന് നോക്കാം. ആദ്യമായി യോഗ്യത തെളിയിക്കുന്ന മാർക്ക്ഷീറ്റ് അഥവാ സർട്ടിഫിക്കറ്റ്, നീറ്റ് UG അഡ്മിറ്റ് കാർഡും മാർക്ക്ഷീറ്റും, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ മാത്രം കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതായത് EWS കാറ്റഗറി ആണോ, SCBC കാറ്റഗറി ആണോ, SC/ST ആണോ, ഇത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ മാത്രം PWD സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്, ഗവൺമെന്റ് ID പ്രൂഫ്, ആധാർ കാർഡ് പോലെയുള്ള പ്രൂഫുകളാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള രേഖകൾ. ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠനത്തിനായി സഹായിക്കുന്ന 2 സ്കോളർഷിപ്പുകൾ ഏതെല്ലാം എന്ന് നോക്കാം. ഒരു സ്കോളർഷിപ്പ് KEA
BPL സ്കോളർഷിപ്പ്, അതായത് ബിലോ പോവർട്ടി ലൈനിൽ വരുന്ന കുട്ടികളെ സഹായിക്കാനായി KEAM BPL സ്കോളർഷിപ്പും, രണ്ടാമത്തെ സ്കോളർഷിപ്പ് SRK പ്രതീക്ഷ ട്രസ്റ്റ് സ്കോളർഷിപ്പ്, അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാനായി വരുന്ന SRK പ്രതീക്ഷ ട്രസ്റ്റ് സ്കോളർഷിപ്പും. ഈ രണ്ട് സ്കോളർഷിപ്പുകളെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാവും. ഇനി നമുക്ക് ഡിസ്കണ്ടിന്യൂഷൻ ബോണ്ട് എന്തെന്ന് നോക്കാം. ഒരു വിദ്യാർത്ഥി മെഡിക്കൽ അഥവാ ഡെന്റൽ കോളേജുകളിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഇറങ്ങുകയാണെങ്കിൽ ആ വിദ്യാർത്ഥി മെഡിക്കൽ MBBS കോഴ്സാണ് പൂർത്തിയാക്കാതെ വരുന്നതെങ്കിൽ 10 ലക്ഷം രൂപയും, കൂടാതെ ഡെന്റൽ കോളേജിലെ കോഴ്സുകളാണ് പൂർത്തിയാക്കാതെ വരുന്നതെങ്കിൽ 5 ലക്ഷം രൂപയും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ് കോട്ട സീറ്റിന് മാത്രം ബാധകമാവുന്നതാണ്. ഇത്രയുമാണ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. താങ്ക് യു.